പിന്നെ ഈ സിനിമയിൽ എനിക്ക് ഉദയയുടെ കൂടെ ഉണ്ടായിരുന്നു. ഉദയെ സ്നേഹിക്കുന്ന ആൾക്കാരൊക്കെ വേണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും ആദ്യം അഡ്വാൻസ് കൊണ്ട് കൊടുത്തത് എൻ്റെ അമ്മയോടൊപ്പം KPC ലളിത ചേച്ചിക്കാണ്. പിന്നെ വേണിച്ചേട്ടൻ, ഇവരൊക്കെ വേണമെന്ന് ചേച്ചി ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത് ചേച്ചി എപ്പോഴും പറയാറുണ്ടത്. അതെ അതെ അതെ. പിന്നെ ഈ നമ്മുടെ സിനിമയിലെ കഥാപാത്രങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് കുറേ ആൾക്കാരൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇപ്പം പുന്നപ്ര അപ്പച്ചൻ ആലപ്പുഴക്കാരനാണ്, ലാലിച്ചേട്ടൻ. അപ്പം അവർക്കൊക്കെ ഈ ചെറിയതാണെങ്കിൽ പോലും അവരിങ്ങോട്ട് വിളിച്ച് ചോദിച്ചു ഞങ്ങൾക്ക് വേഷമില്ലേ ഇല്ലെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു, പക്ഷെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പൊ അങ്ങനെ സിദ്ധുവിന്റെ ഫ്രണ്ട്സ്, നമ്മളെ കൃഷ്ണപ്രസാദ്, അങ്ങനെയുള്ള കുറച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരെയൊക്കെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. പിന്നെ മുകേഷ് ഏട്ടനുണ്ട്, പാർവതി രതീഷ്, പിന്നെ ബിജു ഉണ്ട്. എന്റെ കാര്യം പറഞ്ഞു. ഓ സോറി. എന്താണ് മുകേഷ് ഏട്ടൻ, പിന്നെ സുരാജ്, മിഥുൻ, മറ്റേ കൃഷ്ണപ്രസാദ്, ഞാനില്ലേ? ഞാൻ നമ്മള് അനിയത്തി പ്രാവ് 97 അഭിനയിക്കുമ്പോൾ നമ്മളൊക്കെ MBA ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. 2007 10 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മള് മമ്മി ആൻഡ് മീ ചെയ്യുമ്പോൾ നമ്മള് MBA സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ നീ വേറെ ലെവലായി പോയി. നീ കല്യാണം കഴിഞ്ഞ് ഈ പടത്തില് കുട്ടിയൊക്കെ ആയി. ഞാനിപ്പോ സ്റ്റിൽ ബാച്ചിലർ ആണ്. അതാ കാര്യം. പിന്നെ വേറെ ഞാൻ ചാക്കോച്ച ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ പടത്തിന്റെ ഡിസ്കഷൻ സമയത്ത് കണ്ടു, അത് കഴിഞ്ഞ് ചാക്കോച്ചൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. പിന്നെ ഈ പടത്തിന്റെ പേര് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ പിന്നീടാണ് ഈ പേര് ഇങ്ങനെ പേര് ഫിക്സ് ചെയ്ത കാര്യം അറിയുന്നത്. അപ്പോൾ ചാക്കോച്ചനും അതുപോലെ സിദ്ധാർത്ഥ ശിവ രണ്ടുപേരും കൂടി ആയിരിക്കും ഈ പേര് ഫിക്സ് ചെയ്തത്. പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്കിത് പെട്ടെന്ന് പറയാൻ തോന്നിയില്ല. വീണ്ടും ഞാൻ ചോദിച്ചു എന്താ എന്നുള്ളത്. അതായത് കൊച്ചവ പോലോ അയ്യപ്പ കോയിലോ ഇപ്പം എല്ലാവരും പരിചയമായി കഴിഞ്ഞു, അത് വേറെ കാര്യം. അതെന്താണ് അങ്ങനെ ഒരു പേര്? കാരണം ഒരു ഡിഫറെന്റ് നെയിമാണ്, എന്നാൽ കുറച്ച് പെട്ടെന്ന് കൺഫ്യൂഷൻ ആവും. അതെന്താ അങ്ങനെ ഒരു പേര്? നമ്മൾ പല പേരുകൾ നോക്കി, പല രീതിയിലും സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ട്, ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിൽ ഉള്ള ശരിക്കും ടൈറ്റിലുള്ള 3 പേരുകൾ അത് ഈ സിനിമയിൽ 3 ഉണ്ട്. കൊച്ചവയുണ്ട്, അയ്യപ്പദാസുണ്ട്, പൗലോ കൊയ്ലോയുണ്ട്. പൗലോ കൊയ്ലോ അഭിനയിക്കുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ത്രൂ ഔട്ട് നമ്മൾ ഈ സിനിമയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും ഈ സിനിമയുടെ ഒരു ഭാഗമാണ്, ആ പേരും ഒരു ഭാഗമാണെന്ന് പറയാം. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം സിദ്ധു എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഒരു പേര് കിട്ടി. ഞാൻ പറഞ്ഞു എന്താണ്? കാരണം കുറേ പേരുകൾ ഇതിനു മുമ്പ് കേട്ടിട്ട് നമ്മൾ മനസ്സുമടുത്തിരിക്കുകയാണ്. പറ എന്താണ് പേര്? കൊച്ചവ്വ പൗലോ, അയ്യപ്പ കൊയ്ലോ. അപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് പറയാനായിട്ട്. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ, KPAC, കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് പുള്ളിക്കും ആ ഒരു KPAC എന്ന് പറയുന്നൊരു ഫോർമേഷൻ കിട്ടിയത്. ഞാൻ പറഞ്ഞത് നമ്മുടെ കഥയുമായിട്ട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പേരും ടൈറ്റിലിങ്ങുമാണ്. ഒരു നൊസ്റ്റാൾജിക് ഫീലും ഉണ്ട്. KPAC നാടക സമിതി ഉദയ വർഷങ്ങൾക്ക് ശേഷം വരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു നൊസ്റ്റാൾജിക് ഫീല്. പിന്നെ ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിലും KPAC ആൾക്കാർക്ക് പരിചിതമായിട്ടുള്ളൊരു പേരുമാണ്. അതൊന്ന് നമ്മൾ വിപുലീകരിച്ച് പറയുമ്പോൾ മാത്രമേ ഈ പറയുന്ന കടിച്ചാൽ പൊട്ടാത്ത ഒരു ഫീലുള്ളൂ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഷൂട്ടിങ് തുടങ്ങുന്നു. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന് പറയാനായിട്ട് നമ്മൾ പലപ്പോഴും പാടുപെടാറുണ്ട്. അപ്പോൾ അത് ചുരുക്കി നമ്മുടെ പടത്തിൻ്റെ പേര് നമ്മൾ ഓമനപൂർവ്വം KPAC എന്നാണ് പറയുന്നത്. നമ്മൾ കുറച്ച് ഡീറ്റെയിൽഡ് പറയണമെങ്കിൽ കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോ എന്ന് പറയുന്നു. അപ്പോൾ ആൾക്കാർ എന്താ എങ്ങനെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കി സാധാരണക്കാരിലേക്ക് എങ്ങനെ ഈ പേര് എളുപ്പത്തിൽ എത്തിക്കാൻ എന്ന് ഓരോരുത്തരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്യും, എങ്ങനെ ഒരു പുതിയ ഫോർമാറ്റിൽ ഈ പേര് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ഒറ്റ രാത്രി കൊണ്ട് ഒരാൾ ഈ കംപ്ലീറ്റ് സംഭവം സോൾവ് ചെയ്ത് തന്നു. പൗലോ കൊയ്ലോ. സത്യം. അപ്പോൾ നമ്മളെ കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയ്ലോയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പം പുള്ളി അദ്ദേഹത്തിന്റെ യഥാർത്ഥ പൗലോ കൊയ്ലോ റിലീസ് ചെയ്ത് ഷെയർ ചെയ്ത്. അതങ്ങനെ ഒരു വൻ സംഭവമായി. ഞാൻ ആ സമയത്ത് നാട്ടിലായിരുന്നു, ഞാൻ അമേരിക്കയിൽ ഒരു പ്രോഗ്രാമിന് പോയിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പൗലോ കൊയ്ലോ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ പോടാ വേറെ പണി നോക്ക്, കളിയാക്കി ആളെ വടിയാക്കില്ലതൊക്കെ പറഞ്ഞിരിക്കുക. പിന്നീടാണ് ഈ സംഭവം ഇങ്ങനെ അറിയുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞു ജനങ്ങളിലേക്ക് നല്ലൊരു അറിവും കൂടി ഇതിലൂടെ പകരാൻ പറ്റി. കാരണം ഈ പല സാഹിത്യകാരന്മാർക്കും എഴുത്തുകാർക്കും എല്ലാവർക്കും പൗലോ കൊയ്ലോയെ കുറിച്ച് അറിയാം. അപ്പൊ അവർ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഉഗ്രം പേരാന്നാ പറയുന്നത്. പോലെ അയ്യപ്പ ഉഗ്രം പേരാന്നാ പറയുന്നത്. കാരണം പൗലോ കൊയ്ലോയെ കുറിച്ച് അറിയാം. പക്ഷെ സാധാരണ നമ്മുടെ ജനങ്ങളുണ്ടല്ലോ, അവർക്ക് ശരിക്കും പൗലോ കൊയ്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള അമ്മ അല്ലെങ്കിൽ പെങ്ങന്മാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല പൗലോ കൊയ്ലോ ആരാന്നുള്ളത്. പക്ഷെ ആ ഒരു അറിവ് അദ്ദേഹം ആരാണ്
എന്നുള്ള ഒരു അറിവും കൂടെ ഇപ്പൊ ഈ പേരിലൂടെ ജനങ്ങൾക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയൊരു കാര്യം. ഒരു എന്താ പറയുക, ഒരു എല്ലാം വളരെ യാദൃശ്ചികമായിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് ഈ പൗലോ കൊയ്ലോ എന്ന് പറയുന്ന യഥാർത്ഥ എഴുത്തുകാരൻ ആ ഒരു പോസ്റ്റർ ഷെയർ ചെയ്തത് അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെല്ലാം ഈ നമ്മുടെ സിനിമയിൽ പറയുന്ന പോലെ നമ്മളൊരു കാര്യം തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു, അത് സംഭവിക്കാൻ വേണ്ടി ലോകം മുഴുവൻ കൂടെ നിൽക്കുന്നു പറയുന്നത് അല്ലേ? അല്ല, വളരെ വാസ്തവമുള്ള കാര്യമാണ്.